കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ കറി ഉണ്ടാക്കാം. ഞാൻ പകുതി പപ്പായ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നിരനിരാന്ന് അരിഞ്ഞു വയ്ക്കാം. മീഡിയം സൈസ് തക്കാളി അതും അരിഞ്ഞു വയ്ക്കാം. നമുക്കിനി കൂട്ട് തയ്യാറാക്കാം. ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 അല്ലി വെളുത്തുള്ളി, 6-7 കൊച്ചുള്ളി എന്നിവയെടുത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരാം. ഒരു കുക്കർ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഒരു ബൗൾ വെള്ളം ചേർക്കാം. വെള്ളവും ചേർത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിവിടെ കുഞ്ഞു പച്ചമുളകായതുകൊണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഒരു ബൗൾ വെള്ളം കൂടെ ചേർക്കുകയാണ്. വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കുഞ്ഞുള്ളി നന്നായി വറുത്ത് മൂപ്പിച്ചെടുക്കണം. കുഞ്ഞുള്ളി ഇങ്ങനെ നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ കുക്കറിൽ വെന്ത് കിടക്കുന്ന പപ്പായ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂട്ടും ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഈ കൂട്ട് നല്ലതുപോലെ തിളച്ച് വരണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ചെറിയൊരു കഷ്ണം നെല്ലിക്ക വലിപ്പം പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി ഇവിടെ തയ്യാറാണ്. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.